ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. പ്ലേ ഓഫിൽ പരാജയപ്പെടാനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിധി. സീസണിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം നടത്തിയെങ്കിലും അത് തുടർന്ന് കൊണ്ടുപോവാൻ പല കാരണങ്ങൾ കൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. കഴിഞ്ഞ സീസണിലെ പിഴവുകൾ നികത്തി പുതിയ പരിശീലകന് കീഴിൽ വലിയ കുതിപ്പ് നടത്താനുള്ള ഒരുക്കത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. ക്ലബിനായി മികച്ച പ്രകടനം നടത്തിയ ലൂണ, ദിമിയ പോലെയുള്ള വിദേശ താരങ്ങളെ നിലനിർത്തുക എന്ന ദൗത്യമാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത്. ദിമിത്രിയോസ് ഡയമന്റാക്കോസിന് പുതിയ ഓഫർ നൽകിയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ടോപ്പ് സ്കോററായ ദിമിക്ക് ISL-ലെ പല വമ്പൻ ക്ലബ്ബുകളിൽ നിന്നും വലിയ ഓഫറുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 സീസണുകളായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന സ്ട്രൈക്കറാണ് ദിമിത്രിയോസ്. ആദ്യത്തെ സീസണിൽ 10 ഗോളുകൾ നേടിയ താരം കഴിഞ്ഞുപോയ സീസണിൽ 13 ഗോളുകളാണ് നേടിയത്. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അവസാനിച്ച താരം അത് പുതുക്കാൻ മുന്നോട്ടുവെച്ച ഓഫർ തള്ളിയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഓഫറാണ് ബ്ലാസ്റ്റേഴ്സ് ഗ്രീക്ക് ഫോർവേഡിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഗോൾഡൻ ബൂട്ട് നേടിയ താരത്തെ ഏതുവിധേനയും ടീമിനൊപ്പം നിലനിർത്തുകയെന്നതാണ് ബ്ലാസ്റ്റേഴ്സ് നേതൃത്വം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ലൂണയുടെ നിലവിലെ കരാർ ഒരു സീസണിൽ കൂടി മഞ്ഞ ജേഴ്സി ധരിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നുണ്ടെങ്കിലും പുതിയ പരിശീലകനുമായി കൂടിയാലോചിച്ച ശേഷം അദ്ദേഹത്തെ നിലനിർത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. ലീഗിലെ ഏറ്റവും വിലപിടിപ്പുള്ള കളിക്കാരിലൊരാളായ ലൂണയെ വമ്പൻ ഓഫറുകളുമായി നിരവധി ISL ടീമുകൾ പിന്തുടരുന്നതായി റിപ്പോർട്ട്.